ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിൻ്റെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വേദയുടെ കയ്യിൽ കുഞ്ഞിലേക്ക് കൊടുത്തു. ഭയങ്കര സന്തോഷമായി. ആ വേദന കുഞ്ഞിനെ കൊണ്ട് കിടത്തിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ വർഷ കുഞ്ഞിനെയും വാങ്ങിക്കൊണ്ട് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിന് വേണ്ടി വാങ്ങി വെച്ചിരുന്ന ആ ഒരു ഗിഫ്റ്റ് നീ നിൻ്റെ ഏട്ടൻ്റെ കയ്യിൽ തന്നെ കൊടുത്തേരെ എന്ന് അമ്മണി അച്ചമ്മ പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് വേദ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് മടിച്ച് നിന്നെങ്കിലും നേരെ ശ്രീകാന്തിൻ്റെ കയ്യിലേക്ക് നീട്ടുകയാണ്. ശ്രീകാന്തിന് വേറെ വഴിയില്ല, വാങ്ങിക്കാതിരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ശ്രീകാന്ത് മനസ്സോടെ ആണെങ്കിലും അത് വാങ്ങുകയാണ്. വാങ്ങിക്കഴിഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് ദീപ്തി കൈയടിച്ച് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ വിഗ്രഹം പൂജാമുറിയിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കാം അല്ലേ? ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം ശങ്കരനാരായണൻ, അമ്മേ ഇവരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് ചെല്ലൂ പത്നം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെയും കൂട്ടിക്കൊണ്ട് നേരെ അകത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ശങ്കരനാരായണനും മാഷൂടി എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് അച്ചമ്മ പറഞ്ഞതനുസരിച്ച് അവർ പോയില്ല. ബാക്കി എല്ലാവരും ഇതായിട്ട് പൂജാമുറിയിലേക്ക് ചെന്നു. വിക്രവും വേദയും കൂടി വിളക്ക് അത് തെളിയിക്കുകയാണ് കേട്ടോ. ഭയങ്കര സന്തോഷത്തിലാണ് ആൾ. അപ്പോൾ വിക്രം ഇങ്ങനെ ഇടയ്ക്ക് വേദയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആളുടെ മുഖത്ത് ചിരിയൊന്നുമില്ല. അതെ, ദീപം പ്രകാശമാണ്, അതുകൊണ്ട് മുഖത്തും അതിൻ്റെ ഒരിത്തിരി ഉണ്ടാവാം എന്ന് പറഞ്ഞു. അതെ, കണ്ണിലെ ആ പ്രകാശം മുഖത്തൂടി ഒന്ന് വന്നോട്ടെന്നേ. അപ്പോൾ വിക്രം ഒന്ന് ചിരിച്ചു. അപ്പോൾ വേദയ്ക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇവർ രണ്ടുപേരൂടെ തിരിയൊക്കെ തെളിയിച്ചു. അവിടെ നിന്ന് പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ബാക്കി എല്ലാവരും ഇവിടെയുണ്ട്. തിരിച്ചെണീറ്റ് വന്നപ്പോൾ അച്ചമ്മ നമ്മുടെ സാവിത്രിയമ്മ ചോദിക്കുക, എന്തായിരുന്നു രണ്ടുപേരുടെ രഹസ്യം പറഞ്ഞത്? അപ്പോൾ ഒന്ന് ചിരിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കഴിഞ്ഞിട്ട്, അതെ ഇങ്ങനെയൊക്കെയല്ലേ അവർക്ക് സ്വകാര്യം പറയാനുള്ളത്. എന്തായാലും എൻ്റെ മകൻ ഇങ്ങനൊരു ഭാഗ്യം വരുമെന്നും അവനെ ഈ വേദയുടെ വീട്ടുകാർ മനസ്സുകൊണ്ട് അംഗീകരിക്കുമെന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അതെ, നടന്നു. വലിയ സന്തോഷം എന്ന് കമല പറയാണ്. എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു കമലെ, നമ്മുടെ വീട്ടുകാർക്കിടയിലെ മഞ്ഞുരുകുമെന്ന്. പക്ഷേ അത് വേഗത്തിൽ നടക്കാൻ കാരണം ഇതേ വിക്രത്തിൻ്റെ അച്ചമ്മയാ എന്ന് സാവിത്രി അമ്മ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എങ്കിൽ പിന്നെ ആ ക്രെഡിറ്റ് ഇരിക്കട്ടെ, കൊടുകൈ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരുടെ കൈ അടിച്ച് പാസ്സാക്കി. നന്ദിനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ആകെ പെട്ട് നിൽക്കുകയാണ് നന്ദിനി, എന്ത് ചെയ്യണമെന്നറിയാതെ. കാണുന്നത് ശങ്കരനാരായണനെയും മാഷിനെയാണ്. അപ്പം രണ്ടുപേരുടെ സംസാരിക്കാനുള്ള ഒരു സ്റ്റാർട്ടിങ് ട്രിബിള്. മോള് LLB പഠിച്ചത് എന്നിങ്ങനെ ശങ്കരനാരായണൻ പറഞ്ഞപ്പോൾ അവനും മാഷാവാൻ വേണ്ടിയിട്ടായിരുന്നു പഠിച്ചത്. വക്കീലാവണം എന്നായിരുന്നില്ല, പതിയെ തുടങ്ങി സുപ്രീം കോടതിയിലെ ജഡ്ജി വരെ ആകണമെന്നായിരുന്നു അവളുടെ ആഗ്രഹങ്ങൾ. അവന് എന്നെപ്പോലെ മാഷാവണം എന്ന പ്രൈമറി കുട്ടികളുടെ സ്കൂൾ മാഷാവണം എന്നൊന്നും ആയിരുന്നില്ല അവൻ്റെ ആഗ്രഹം. ഗവേഷണം, PhD, അങ്ങനെ ഒരുപാട് മോഹങ്ങളായിരുന്നു. അവൻ്റെയും ആഗ്രഹം. 6-7 കൊല്ലം മുമ്പ് പ്രതിക്കൂട്ടിൽ വന്ന് നിന്നത് എൻ്റെ കോടതിയിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വിക്രത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം നേരെ ശങ്കരനാരായണൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. എന്നിട്ട് അങ്ങനെ കുറച്ച് നേരം ഒന്ന് സ്റ്റക്കായി പോയി കേട്ടോ. അതെ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ മാഷേ ഒന്നും സംഭവിക്കുന്നത്. അതുകൊണ്ട് സത്യമാണ്, പക്ഷേ ചെയ്ത തെറ്റിന് എന്തൊക്കെ പറഞ്ഞാലും ശിക്ഷ അത് അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. അതാണായാലും പെണ്ണായാലും അനുഭവിക്കണം, അതിൽ ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് അദ്ദേഹം ചേർത്തു. അല്ല, ഇനി എന്താ പ്ലാന് എന്ന് വല്ലതും തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് മാഷോട് ചോദിച്ചപ്പോൾ, ഇപ്പോൾ അവൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, ഞാനല്ല തീരുമാനിക്കുക. പിന്നെ മോളും അച്ഛൻ തീരുമാനിച്ച പ്രകാരം അല്ലല്ലോ കാര്യങ്ങളൊന്നും ചെയ്യുന്നത്. അപ്പോഴേക്കും കമലയും ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങി വന്നു. മാഷേ നമുക്കിറങ്ങിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ദീപ്തി വന്നിട്ട്, ഇപ്പോഴോ? പിന്നല്ലാതെ. ചെന്നിട്ട് കുറേ കാര്യങ്ങളുണ്ട് മോളെ, ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ടുണ്ട്, കഴിച്ചിട്ട് പോവാം. അത് ശരിയാ. അല്ല, അതാണ് അതിൻ്റെ ശരി എന്ന് പറഞ്ഞു അച്ചമ്മ. അമ്മ എവിടെ ദീപ്തി? ഇപ്പോൾ വരും. മുത്തശ്ശിയും അമ്മയും കൂടി ചേച്ചിയെ കൊണ്ട് മുറിയിലിരിക്കാം. അല്ല, നന്ദിനി എവിടെ? മുകളിലുണ്ടായിരുന്നല്ലോ എന്ന് ശ്രീജ പറഞ്ഞു. നന്ദിനിയാണെങ്കിൽ അവിടെ നൈസായിട്ട് അവരെന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി ഒളിഞ്ഞു നിൽക്കുകയാണ്. നേരെ ആൾ ഫോട്ടോയിലൊക്കെ നോക്കി നിൽക്കുക എന്നുള്ള മട്ടിൽ പതിയെ ചെന്ന് ആ റൂമിൻ്റെ വാതിക്കലേക്ക് ചെല്ലുകയാണ്. എനിക്ക് കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇതെന്താ ഇത്? മുത്തശ്ശിയും അമ്മയും കൂടി പർച്ചേസ് ചെയ്ത കുറേ വസ്ത്രങ്ങളാണ്. 1-2 വർഷത്തേന് ഒരു വസ്ത്രത്തിനും ബുദ്ധിമുട്ടുണ്ടാവില്ല. നന്ദിനി പതിയെ വന്ന് ആ വാതിക്കൽ ഇങ്ങനെ നിന്ന് കേൾക്കുകയാണ്. അതിനല്ലെങ്കിൽ എനിക്ക് വസ്ത്രത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ, അതുകൊണ്ടാണ്. എന്നാൽ ഇപ്പം എനിക്കിതൊന്നും വേണ്ടമ്മേ എന്ന് പറഞ്ഞു.
ഇവളെന്ത് മണ്ടിയാ വീട്ടുകാർ കൊടുക്കുന്നതിനാ വേണ്ടെന്ന് പറയുന്നത് എന്നോർത്ത് നന്ദിനി പുറത്ത് കുറേയേറെ വസ്ത്രങ്ങൾ മുത്തശ്ശി എനിക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. പിന്നെ കല്യാണത്തിൻ്റെ സമയത്ത് ഒരു കൊല്ലത്തേക്കുള്ളത് അച്ചമ്മ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട്. ഈശ്വര, അവരതും ചെയ്തോ എന്ന് ചോദിച്ച് നന്ദിനി ഇങ്ങനെ നിൽക്കുക. അതെ, അതുകൊണ്ട് ഞങ്ങൾ തരാൻ പാടില്ല എന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതെ, നമ്മുടെ സ്വർണ്ണപ്പെട്ടി ഇങ്ങനെ തുറന്ന് കാണിക്കുകയാണ്. നിന്റെ കല്യാണത്തിന് വേണ്ടി അന്ന് ഞങ്ങൾ വാങ്ങി വെച്ച സ്വർണ്ണ ഇത് 101 പവനുണ്ട്. നന്ദിനിയുടെ കണ്ണ് തള്ളിപ്പോയി. അയ്യോ, 101 പവനോ? 1 കോടി രൂപയോ? എൻ്റെ പൊന്നോ, ഇത് വേണ്ടെന്ന് പറയായിരിക്കും. വേണ്ട എന്ന് ഉടനെ തന്നെ വേദ പറഞ്ഞു. അതെ, എൻ്റെ അച്ഛൻ്റെ സമ്പത്തും ആ ഒരു പദവിയും വെച്ചിട്ട് അത് സാധാരണ ഒരു കുടുംബമാണ്. അതുകൊണ്ട് അവിടെ ഷോ ഓഫ് ചെയ്യാനുള്ള സ്ഥലമൊന്നും അല്ലമ്മേത് എന്നിങ്ങനെ പറയുകയാണ്. അതുകൊണ്ട് എനിക്കിത് വേണ്ട എന്നാണ് വേദയുടെ അഭിപ്രായം. അത് കാണിക്കാൻ വേണ്ടി കൂടിയാണ് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത് എങ്കിൽ അത് വേണ്ട മുത്തശ്ശി എന്ന് പറഞ്ഞു. മോളെ, ദേ, ഞങ്ങളുടെ മകൾക്ക് വിവാഹ സമ്മാനം കൊടുക്കേണ്ടത് ഞങ്ങളുടെ ഒരു അവകാശമല്ലേ? അതങ്ങനെ കൂട്ടിയാൽ പോരെ? അതെ, പക്ഷേ അതെൻ്റെ അനിയത്തിക്ക് വേണ്ടി ഇരുന്നോട്ടെ എന്ന് തീരുമാനിക്കാൻ എനിക്കും അവകാശമുണ്ടല്ലോ അമ്മേ. ഓ, അപ്പം നന്ദിനി, അല്ലെങ്കിലും അങ്ങനെയല്ലേ, ദാനം ചെയ്യാൻ തീരുമ്പോൾ സ്വന്തം ചോരക്കല്ലേ കൊടുക്കും. പത്മം, നീ ഈ പെട്ടി എടുക്ക്, എന്താ വേണ്ടതെന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞ് സാവിത്രി അമ്മ ഈ പെട്ടിയായിട്ട് നേരെ താഴേക്ക് ചെല്ലുകയാണ്. അപ്പം നന്ദിനി അവിടെ നിൽപ്പുണ്ട്, നല്ല ഫോട്ടോ. അപ്പം മുത്തശ്ശി നിൽക്കുക എന്ന് പറഞ്ഞ് വേദി അവിടെ നിന്ന് നന്ദിനി പിടിച്ചു നിർത്തുകയാണ്. എന്താ അവിടുത്തെ ഒരു സംസാരം? കൃത്യമായിട്ടെല്ലാം ഒളിഞ്ഞു എന്ന് കേട്ടപ്പോൾ നന്ദിനി അടുത്തേക്ക് മനസ്സിലായില്ലേ എന്തിനാ ഇപ്പം ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് വേദാകത്തേക്ക് പുറത്തേക്ക് പോവാണ് അവരുടെ കൂടെ. അല്ല, ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടത് ഇവളെങ്ങനെ കണ്ടു? ഒക്കെ മൊത്തത്തിൽ കണ്ണാണെന്നാ തോന്നുന്നത്. അപ്പോൾ ഇവരെല്ലാവരോടും ഇങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. വാഴ വെച്ചു. അമ്മിയമ്മേ, നിങ്ങളോട് എല്ലാവരോടുമായിട്ട് കുറച്ച് കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു സാവിത്രി അമ്മ. എന്നിട്ട് അത് തുറന്നിട്ട്, ഈ സ്വർണം ഞങ്ങൾ വേദയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് കരുതി വച്ചിരുന്നതാ എന്ന് പറഞ്ഞു. ഇത് എത്രയുണ്ട് എന്നതിലല്ല പ്രധാനം, പക്ഷേ ഇത് അവൾക്ക് വേണ്ടി ഞങ്ങൾ കരുതി വെച്ച സ്നേഹമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവരെല്ലാവരും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്, കണ്ണു തള്ളി നിൽക്കുകയാണ് നന്ദിനി. എന്നാൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അല്ല കാര്യങ്ങളൊന്നും നടന്നത്, അതാണ് അതിൻ്റെ സത്യം. പക്ഷേ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ എല്ലാം ഒന്ന് മാറിയും പറഞ്ഞും വന്നിട്ടുണ്ട്. ആ ഒരു സ്ഥിതിക്ക് നമ്മൾ ഇരു വീട്ടുകാരും ഇവരെ അംഗീകരിക്കാൻ തയ്യാറായ സ്ഥിതിക്ക് ഈ സ്നേഹം ഇവൾക്ക് സമ്മാനിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ, എതിർപ്പുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മിണ്ടാവും നിന്നു കേട്ടോ. അപ്പം മാഷും ഇങ്ങനൊന്നും മിണ്ടിയില്ല. ഈ സമയത്താണ് നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടി വരുന്നത്. അപ്പോൾ ഇവർ വന്നു. മോള് പറയുന്നത് അവൾക്കിത് വേണ്ട എന്നാണ് അവൾ പറഞ്ഞത്. എങ്കിൽ പിന്നെ അമ്മ എന്തിനാണ് നിർബന്ധിക്കുന്നത് എന്ന് ചോദിച്ചു ശ്രീകാന്ത്. കാരണമുണ്ട്, അവൾക്കിത് നിരസിക്കുന്നത് വിക്രത്തിനും കുടുംബത്തിനും ഇതൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് കരുതിയാ. അത് മാത്രമല്ല എന്ന് പറഞ്ഞു വേദ. എന്നാൽ വേദ മിണ്ടാതിരിക്കുക. അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടിക്ക് ഞങ്ങൾ വിവാഹ സമ്മാനമായി ഇത്തിരി പൊന്നു കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് വല്ല തടസ്സമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം നിന്ന ശേഷം വിക്രം പറഞ്ഞു, അതെ, ഇതിന് കമലയും മാഷും അമ്മണിയമ്മയുമാണ് എനിക്ക് ഉത്തരം തരേണ്ടതും എന്നുകൂടി സാവിത്രി അമ്മ ചേർത്തു കേട്ടോ. അപ്പം അല്ല അതിപ്പോ എന്ന് പറഞ്ഞ് കമല, ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞു വിക്രം. അത് ഞങ്ങളുടെ തീരുമാനമാണ് എന്നായിരുന്നു വിക്രത്തിൻ്റെ അഭിപ്രായം. വീട്ടിലേക്കായിട്ടല്ലല്ലോ, ഇത് ഇവൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതല്ലേ എന്നായിരുന്നു പത്മത്തിൻ്റെ അഭിപ്രായം. അപ്പം മാഷ്, ദേ നോക്കൂ, നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു മനസ്സ് ഞങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ വീട്ടിലെ ഒരു കുട്ടിക്ക് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വെച്ച് കൊടുക്കാൻ കഴിയുന്ന അത്രയും കൊടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അതിൽ ഒരിക്കലും ഒരു തെറ്റില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ആ ഒരു വീടിൻ്റെ ഗ്രഹനാഥൻ എന്ന നിലയിൽ എനിക്ക് എൻ്റേതായ കുറച്ച് നിലപാടുകളും തീരുമാനങ്ങളും ഉണ്ട്. അത് കേൾക്കാൻ കൂടി നിങ്ങളൊന്ന് തയ്യാറാവണം എന്ന് പറഞ്ഞു. അപ്പോൾ സാവിത്രിയമ്മ, മാഷ് പറഞ്ഞോളൂ. അതെ, എൻ്റെ 3ാമത്തെ മകനാണ് ദേ ഈ പറയുന്ന മകളുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇവൾ അവിടെ കയറി വന്ന് താമസം തുടങ്ങിയത്. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവസാനിക്കാൻ പോകുന്ന ഒന്നാണ് എന്ന് ഞാൻ കരുതിയെങ്കിലും അത് ഇപ്പോൾ ഇവിടെ വരെ എത്തിയിരിക്കുകയാണ്. ആയിക്കോട്ടെ, അതിൽ തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ വേദ ആ വീട്ടിൽ വരുന്നതിന് മുൻപ് എൻ്റെ 2 മക്കളുടെ ഭാര്യമാരായി 2 പേർ ആ വീട്ടിലെത്തിയിട്ടുണ്ട്, ശ്രീജയും നന്ദിനിയും.
വലിയ സമ്പന്നതയോ പ്രതാപമോ ഒന്നുമുള്ള കുടുംബത്തിൽ നിന്നല്ല അവർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ ആത്മാഭിമാനവും അന്തസ്സും ലോകത്തുള്ള എല്ലാവരെയും പോലെ തന്നെ അവർക്കും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നന്ദിനിക്ക് ഒരു സന്തോഷമൊക്കെ തോന്നി. ഒന്ന് ചിരിച്ചിരിങ്ങനെ തല ഉയർത്തി നിൽക്കുക. നിങ്ങൾ നൽകുന്ന പൊന്നിൻ്റെയും പണത്തിൻ്റെയും പേരിൽ നിങ്ങളുടെ മകൾക്ക് എൻ്റെ വീട്ടിൽ ഒരു പ്രത്യേക സ്ഥാനവും ലഭിക്കാൻ പോകുന്നില്ല എന്ന് ചേർത്തു. അപ്പോൾ ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമായി. അപ്പം അതുപോലെ തന്നെ അച്ഛനും അതെ, പക്ഷേ അത് എൻ്റെ മറ്റ് 2 മരുമക്കൾക്കും ബുദ്ധിമുട്ട് ഒരിക്കലും ഉണ്ടാക്കരുത് എന്നായിരുന്നു മാഷിൻ്റെ അഭിപ്രായം. പുതുതായി കയറി വന്നവളേക്കാൾ തങ്ങൾക്ക് സ്ഥാനം കുറഞ്ഞു പോയി എന്ന് തോന്നാൻ നിങ്ങളുടെ സമ്മാനം ഒരിക്കലും ഒരു കാരണമാവരുത് എന്ന് പറഞ്ഞു. അപ്പം ഇത് കേട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ സമ്മാനങ്ങളൊന്നും വേണ്ട എന്ന് മാത്രമേ ഞാൻ പറയൂ എന്നായിരുന്നു മാഷിൻ്റെ അഭിപ്രായം. വേദ അത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് തിരിച്ചറിയാനുള്ള വിവേകം അവൾക്കുണ്ട് എന്ന് തിരിച്ചറിയണം. ആദ്യം അതാ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നേരെ നാരായണൻ മാഷിനടുത്തേക്ക് വന്നിട്ട് ആൾ ഭയങ്കര പ്രൗഡായി കേട്ടോ. ഇങ്ങനെ നീ നോക്കുകയാണ്. എന്നിട്ട് മാഷിനെ ഒന്ന് എന്താ പറയുക ഭയങ്കര ഗാംഭീര്യത്തോടെ നോക്കിയിട്ട് ഗംഭീരമായി മാഷ് പറഞ്ഞതാണ് അതിൻ്റെ ശരി എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാഷേ, എൻ്റെ മകൾ വിവാഹം കഴിച്ചത് ആരാണെങ്കിലും അവൾ ചെന്ന് കയറിയ കുടുംബത്തിനൊരു ധാർമ്മികതയുണ്ട്, അത്രയെങ്കിലും വളരെ നല്ലത് എന്ന് വേഗം തന്നെ ശങ്കരനാരായണൻ പറഞ്ഞു. അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഇരിക്കും മാഷേ, എനിക്ക് 1-2 കാര്യങ്ങളൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ശങ്കരനാരായണൻ ഭയങ്കര സന്തോഷത്തിലാണ് ആൾ മേളിലേക്ക് കയറി പോണത്. അന്നേരം പിന്നെ കാണുന്നത് വിക്രത്തിനെയാണ്. അടുത്ത ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വേദ ജ്യൂസുമായിട്ട് വന്നു. വിക്രം എന്ന് പറഞ്ഞ് ജ്യൂസൊക്കെ കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. ആൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണോ, ആൾ ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ്. അമ്മയ്ക്കും മുത്തശ്ശിക്കുവേ അച്ഛൻ പറഞ്ഞതേ വലിയ കാര്യമായിട്ടാണ് തോന്നിയത്. സത്യമായിട്ടും ആ സ്വർണം തരാൻ തോന്നിയത് തന്നെ തെറ്റായി പോയി അത്രേ. അത് നന്നായി. അച്ഛനൊന്നും മിണ്ടിയില്ല എങ്കിലും ഞാനത് വാങ്ങാൻ സമ്മതിക്കായിരുന്നില്ല എന്ന് വിക്രം പറഞ്ഞു. അത് ശരിയായിരിക്കും നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പറയുകയാണെങ്കിൽ എന്ത് പറയും? പക്ഷേ അത് വേണ്ട എന്ന് പറയാൻ മാത്രമേ കഴിയുള്ളൂ. അതിൻ്റെ കാരണം ചോദിച്ചാൽ ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടുള്ള ഔദാര്യം വേണ്ട എന്ന് മാത്രമേ നിങ്ങൾ പറയൂ. പക്ഷേ മാഷ് അങ്ങനെയല്ല. നിങ്ങളുടെ അച്ഛൻ്റെ നിലപാട് അതായിരുന്നില്ല. വീട്ടിൽ വന്നു കയറിയ മരുമക്കൾ എല്ലാവരെയും തുല്യരായി കാണണം എന്നുള്ളൊരു തോന്നൽ അതിലുണ്ടായിരുന്നു. അത് തന്നെ എൻ്റെ അച്ഛന് പോലും ഒന്നും മിണ്ടാൻ കഴിയാതെ പോയതും ആ ഒരു നീതിബോധത്തിൻ്റെ മുന്നിലാണ്. എങ്കിൽ നിൻ്റെ കോംപ്ലിമെൻറ്റിന് എനിക്ക് നന്ദി. ഞാനത് അച്ഛനെ അറിയിച്ചോളാം. നേരിൽ കണ്ടാൽ പോലും മിണ്ടാത്ത നിങ്ങൾ പറയുന്നതാണോ അതോ ഞാൻ പറയുന്നതാണോ നല്ലത്? അത് ശരിയാ, നീ പറയുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞു. കൈ വെച്ചുകൊണ്ടിരിക്കാതെ ജ്യൂസ് കുടിക്കുക. അപ്പോൾ ജ്യൂസ് കുടിച്ച ശേഷം ഗ്ലാസ് കൊണ്ടുപോയി വേദയുടെ കയ്യിലേക്ക് കൊടുക്കുക. താങ്ക്സ് എന്ന് പറഞ്ഞു. അല്ല, ഞാൻ 1-2 കാര്യങ്ങൾ തന്നോട് ചോദിക്കട്ടെ, അതിൻ്റെ സത്യസന്ധമായ മറുപടി പറയണം. ആദ്യം താൻ ചോദിക്കേ. നിനക്ക് നിൻ്റെ അച്ഛനെ വലിയ ഇഷ്ടമായിരുന്നു അല്ലേ എന്ന് ചോദിച്ചു. പിന്നെ അതിപ്പോഴും എനിക്ക് വലിയ ഇഷ്ടമാണല്ലോ. എന്നിട്ടാണോ നീ ആ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എന്ത് മോശമായിട്ടാണ് സംസാരിച്ചത്? ചിലപ്പോൾ ബുദ്ധി നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു എന്നൊക്കെ വരും. അന്നങ്ങനെ ഒരു ദിവസമായിരുന്നു, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. വിക്രം, അതെ, അച്ഛനെ അത് എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് പിന്നീടാ എനിക്ക് മനസ്സിലായത്. ഇല്ല വേതാളം, നിനക്കത് മനസ്സിലായിട്ടില്ല. അങ്ങനെ മനസ്സിലായിട്ടുണ്ടായിരുന്നുവെങ്കിൽ നീ ഇത്രയും സൗകര്യമുള്ളൊരു വീടും വീട്ടുകാരെയും ഒക്കെ വിട്ടിട്ട് താലിയുടെ പേരും പറഞ്ഞ് നീ അങ്ങോട്ട് വന്ന് കയറുമായിരുന്നില്ല. അതെ, നിങ്ങളെ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഈ വലിയ പ്രപഞ്ചത്തിൻ്റെ ഏതോ ഒരു കോണിലിരുന്ന് ഒരു ചിത്രശലഭം ഒന്ന് കനക്കുമ്പോൾ അവിടെ ഒരു വായുവിലുണ്ടാവുന്ന ഒരു ചെറിയൊരു കമ്പനം ഉണ്ടല്ലോ, അതിന് സഞ്ചരിച്ച് മറ്റൊരു കോണിലേക്ക് എത്തുമ്പോൾ അതൊരു ചുഴലിക്കാറ്റായി മാറാനിടയുണ്ട് എന്നുള്ളൊരു തിയറിയാണ് ആ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത്. ആ പ്രപഞ്ചം പോലെ ജീവിതവും സങ്കീർണമല്ലേ? അതിലെ എല്ലാ ചോദ്യങ്ങൾക്കും സിമ്പിളായ ഒരു ഉത്തരമുണ്ട് എങ്കിൽ എന്തൊരു ബോറാണ് വിക്രം ജീവിതം, ശരിയല്ലേ? എന്താ പറയുക, ജനങ്ങളെ ബോധ്യപ്പെടുത്താനെങ്കിലും എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? നിങ്ങളെ കാണാൻ കൊള്ളാം, പുകവലിയോ മദ്യപാനമോ അങ്ങനത്തെ ദുശീലവും ഇല്ല, പെണ്ണുങ്ങളെ കണ്ടാൽ മിണ്ടാൻ പോലും പോകാറുമില്ല, മറ്റാളുകളെ സഹായിക്കാൻ നിങ്ങളെപ്പോഴും മുൻപന്തിയിലുണ്ട്. പിന്നെ മുതിർന്നവരോട് നിങ്ങൾ മോശമായി സംസാരിക്കുന്നതോ പെരുമാറുന്നതോ ഞാൻ കണ്ടിട്ടുമില്ല. എന്നിട്ടും നിങ്ങൾ ജയിലിൽ കിടന്നില്ലേ?
അതെ, പുറത്തു വന്ന് ഒരു തനി ഗുണ്ടയുടെ ജീവിതം നിങ്ങൾ തിരഞ്ഞെടുത്തില്ലേ? എന്തുകൊണ്ടാണത്? അതിനുള്ളൊരു കാരണം, ബാക്കിയുള്ള കാരണങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവരോടും ബോധിപ്പിക്കാൻ പറ്റുമോ? എങ്കിൽ പറ. നിങ്ങൾക്കതിന് ഉത്തരവില്ലെങ്കിൽ എനിക്കും ഒന്നും പറയാനില്ല. അപ്പോൾ ശരി, ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞ വേദ അങ്ങ് പോയി വിക്രത്തിനെ ഇടയ്ക്കൊന്ന് നോക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ കാണുന്നത് നമ്മുടെ സാവിത്രി അമ്മേനെയും നമ്മുടെ അച്ഛമ്മേനെയാണ്. അപ്പോൾ രണ്ടുപേരുടെ പുറത്തിങ്ങനെ ഇരുന്ന് ജ്യൂസൊക്കെ കുടിച്ച് സംസാരിക്കുകയാണ്. എന്താ സാവിത്രി അമ്മ ഒരു ചിരി? അല്ല, സത്യത്തിലേ ഇങ്ങനെ രണ്ട് കുടുംബങ്ങളും എന്തെങ്കിലും ഒന്നാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അതിപ്പോൾ യാഥാർത്ഥ്യമായില്ലേ? അതിൻ്റെ ഫുൾ ക്രെഡിറ്റും നമ്മുടെ മൊത്തം അമ്മിണിയമ്മയ്ക്കാ എന്ന് പറഞ്ഞു. പിന്നെ സാവിത്രിയുടെ ഈ സപ്പോർട്ടില്ലായിരുന്നെങ്കിലേ ഇതൊന്നും നടക്കുമായിരുന്നില്ല സാവിത്രി. അല്ലെങ്കിൽ ആ വിഗ്രഹത്തിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് അവരേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുമായിരുന്നോ? അമ്മിണിയമ്മ പൂജാരിയോട് എന്ത് പറഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു വഴി ഉപദേശിച്ചത്? രണ്ടായി നിൽക്കുന്ന കുടുംബത്തെ ഒന്നിപ്പിക്കാൻ എന്തെങ്കിലും ഒരു വഴി പറയണമെന്നേ ഞാൻ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു ആചാരമോ പൂജയോ ഒന്നും നിലവിലുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്തുമാവാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണ്ടെത്തിയൊരു മാർഗമാണ് ഈ വിഗ്രഹപൂജ. അപ്പോൾ ജ്യോത്സ്യം വിധിച്ച വിധിയല്ല എന്നാണോ എന്നിങ്ങനെ ചോദിച്ചിരിക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.